എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊന്ന് സമയം നമ്മൾ ചെലവഴിക്കുന്ന ഒരിടത്തെക്കുറിച്ചാണ്. നമ്മുടെ കിടപ്പുമുറി. അതെ, കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മെത്തകൾ. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം, ഇതിലിപ്പോ ഇത്ര വലിയ അന്വേഷണം നടത്താൻ എന്താണുള്ളതെന്ന്, അല്ലേ? തീർച്ചയായും. എനിക്കൊരു കിടക്കയുണ്ട്, ഞാൻ അതിൽ കിടന്നുറങ്ങുന്നു എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ 1950കളിലോ 60കളിലോ ജീവിച്ചിരുന്ന നമ്മുടെ മുത്തശ്ശിമാരോടോ മുത്തച്ഛന്മാരോടോ ഒന്ന് ചോദിച്ചു നോക്കൂ. അന്ന് ഭൂരിഭാഗം ആളുകളും പായയിലോ കയർകട്ടിലുകളിലോ അല്ലെങ്കിൽ വെറും തറയിലോ ആണ് ഉറങ്ങിയിരുന്നത്. അതെ, എന്നിട്ടും ഇന്നത്തെ പോലെ നടുവേദനയെക്കുറിച്ച് അവർ വലിയ പരാതികളൊന്നും പറഞ്ഞിരുന്നില്ല. ഇതൊരു വലിയൊരു വൈരുദ്ധ്യമല്ലേ? അതൊരു രസകരമായ ചോദ്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി അവരുടേതിൽ നിന്നും പൂർണ്ണമായും മാറിയിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ ജോലികൾ കൂടുതലും ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം അനങ്ങാതിരുന്നുള്ളതാണ്. അന്നത്തെ ആളുകൾക്ക് അവരുടെ ശാരീരിക അധ്വാനത്തിലൂടെ പേശികൾക്ക് സ്വാഭാവികമായ ഒരു കരുത്ത് ലഭിച്ചിരുന്നു. ശരിയാണ്, ഇന്നതില്ല. അതെ, ഇന്നത്തെ വ്യായാമക്കുറവും ഇരുന്നുള്ള ജോലിയും കാരണം നമ്മുടെ നടുവിലെ പേശികൾ, കോർ മസിൽസ് ഒക്കെ വളരെ ദുർബലമായിരിക്കുന്നു. അതുകൊണ്ടുതന്നെ പഴയതുപോലെയല്ല. ഇന്ന് ഉറക്കമെന്നത് ഒരു വെറും ശാരീരിക പ്രക്രിയയല്ല. അതെ, അതൊരു വലിയ ലൈഫ് സ്റ്റൈൽ സയൻസ് അഥവാ ജീവിതശൈലി ശാസ്ത്രമായി മാറിയിരിക്കുകയാണ്. ദുർബലമായ നമ്മുടെ നട്ടെല്ലിന് ഇന്ന് പുറത്തുനിന്നുള്ള കൃത്യമായ സപ്പോർട്ട് ആവശ്യമാണ്. ആ ഒരു മാറ്റം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഈ പഠനത്തിന്റെ പ്രസക്തി വ്യക്തമാകുന്നത്. ഇന്ന് നമ്മൾ പലയിടങ്ങളിൽ നിന്നുള്ള വളരെ രസകരമായ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. ഇന്ത്യൻ സ്ലീപ്പ് പ്രോഡക്ട്സ് ഫെഡറേഷന്റെ മാഗസിൻ റിപ്പോർട്ടുകൾ, സ്ലീപ്പി ഹെഡ്, സ്വീറ്റ് സിസെഡ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ലേഖനങ്ങൾ, യൂട്യൂബിലെ പ്രശസ്തരായ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ, റെഡിറ്റിലെ സാധാരണക്കാരുടെ ചർച്ചകൾ, കൂടാതെ PMCയുടെ വളരെ വിശദമായ ഒരു മെഡിക്കൽ റിസർച്ച് പേപ്പർ. ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്ന മിഷൻ ഇതാണ്. എന്തുകൊണ്ടാണ് 7-8 മണിക്കൂർ സുഖമായി ഉറങ്ങിയാലും നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ ക്ഷീണം മാറാത്തത്? പിന്നെ നിങ്ങളുടെ നടുവേദന മാറ്റാൻ ഏത് തരം മെത്തയാണ് ശരിക്കും നല്ലത്? അതെ, ഇതിനെല്ലാം പിന്നിലെ ശാസ്ത്രം എന്താണ് എന്ന് കണ്ടെത്തുക. സാധാരണ ഒരു ഫർണിച്ചർ കടയിൽ പോയി ഒരു കസേരയോ മേശയോ വാങ്ങുന്നത് പോലെയല്ല മെത്ത വാങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അടുത്ത 10 വർഷത്തേക്ക് തീരുമാനിക്കാൻ പോകുന്ന ഒരു ഉപകരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പായയിൽ നിന്ന് 13,000 കോടിയുടെ വലിയൊരു വ്യവസായത്തിലേക്ക് നമ്മുടെ സ്ലീപ്പ് ഇൻഡസ്ട്രി എങ്ങനെ വളർന്നു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ISPF മാഗസിനിലെ വളരെ കൗതുകകരമായ ചില വിവരങ്ങൾ നമ്മൾ കണ്ടിരുന്നല്ലോ. 1950കളിൽ ഇന്ത്യയിൽ വെറും 2% ആളുകൾ മാത്രമേ മെത്ത ഉപയോഗിച്ചിരുന്നുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ബാക്കി 98% ആളുകളും പായയിലോ വെറും തറയിലോ ആണ് അന്നുറങ്ങിയിരുന്നത്. അന്ന് പണക്കാരുടെ വീടുകളിൽ മാത്രം കണ്ടിരുന്ന പരുത്തി അല്ലെങ്കിൽ കോട്ടൺ മെത്തകൾ പിന്നീട് സാധാരണക്കാരിലേക്കും എത്തിത്തുടങ്ങി. പരുത്തി അടിച്ചു പഞ്ഞി പോലെയാക്കി മെത്ത തുന്നുന്ന ആളുകൾ വീടുകളിൽ വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ആളുകൾ മാറാനൊരു പ്രധാന കാരണമുണ്ടായിരുന്നു. പരുത്തി മെത്തകൾ തുടക്കത്തിൽ നല്ല സുഖം നൽകുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അത് കട്ട പിടിക്കാൻ തുടങ്ങും. ഇത് ശരീരത്തിന് ഒരേപോലെയുള്ള പിന്തുണ നൽകാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. നടുവൊക്കെ കുഴിഞ്ഞു പോകുന്ന അവസ്ഥ. അതെ, അതിനേക്കാൾ വലിയ പ്രശ്നം അതിലെ പൊടിയായിരുന്നു. പലർക്കും ഇത് വലിയ രീതിയിലുള്ള അലർജി ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി 1960കളിൽ റബ്ബറൈസ്ഡ് കയർ മെത്തകൾ വിപണിയിലേക്ക് വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കയർ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. അതെ, ആ കയർമെത്തകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നതിലും ഒരു വലിയ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. വെറുതെ ചകിരി വാരി നിറയ്ക്കുകയായിരുന്നില്ല. ചകിരിനാരുകൾ ഉപയോഗിച്ച് ഒരു സ്പ്രിങ് പോലെ രൂപപ്പെടുത്തിയ ശേഷം അതിലേക്ക് പ്രകൃതിദത്തമായ റബ്ബർ പാൽ സ്പ്രേ ചെയ്യുന്നു. എന്നിട്ട് ഉയർന്ന താപനിലയിൽ അത് ചൂടാക്കിയെടുക്കുന്നു. ഇതൊരു വലിയ മാറ്റമായിരുന്നു. കാരണം പരുത്തിയേക്കാൾ മികച്ച സപ്പോർട്ട് നൽകാനും വായുസഞ്ചാരം ഉറപ്പാക്കാനും ഇതിനു കഴിഞ്ഞു. പിന്നീട് 1970കളിൽ ജർമ്മനിയിൽ നിന്നും PU ഫോമുകൾ അഥവാ പോളിയുറീൻ ഫോമുകൾ ഇന്ത്യയിലേക്ക് എത്തിയതോടെയാണ് വിപണി ശരിക്കും മാറുന്നത്. അന്ന് ഈ മാറ്റം വളരെ വലുതായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു.
കയർ സാധാരണക്കാരന്റെ ഉൽപ്പന്നമായും ഫോം മെത്തകൾ പണക്കാരുടെ ഒരു ലക്ഷറി ഉൽപ്പന്നമായുമാണ് അന്ന് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി. ഇന്ന് ഇന്ത്യയിലെ മെത്ത നിർമ്മാണ മേഖല 12,000 മുതൽ 13,000 കോടി രൂപയുടെ വലിയൊരു വ്യവസായമായി വളർന്നിരിക്കുന്നു. റെഡ്ഡിറ്റിലൊരു യൂസർ ഇതിനെക്കുറിച്ച് പറയുന്ന രസകരമായൊരു ഉദാഹരണം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത് ജിയോ ഇന്റർനെറ്റ് രംഗത്ത് ചെയ്ത വിപ്ലവമാണ് ചില ഓൺലൈൻ കമ്പനികൾ മെത്തകളുടെ കാര്യത്തിൽ ചെയ്തത് എന്നാണ്. അതൊരു കിടിലൻ ഉദാഹരണമാണ്. മുമ്പ് നമ്മൾ എങ്ങനെയാണ് മെത്ത വാങ്ങിയിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കടകളിൽ പോയി പ്ലാസ്റ്റിക് കവർ മാറ്റാത്ത മെത്തകളിൽ ഒന്നിരുന്നു നോക്കും, എന്നിട്ട് വിലപേശും. അതെ, നല്ലൊരു മെമ്മറി ഫോം മെത്ത് വേണമെങ്കിൽ അന്ന് 30,000 മുതൽ 50,000 രൂപ വരെ കൊടുക്കണമായിരുന്നു. ഈ ഇടനിലക്കാരുടെ കമ്മീഷൻ ഒഴിവാക്കി കമ്പനികൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് ഓൺലൈൻ വഴി മെത്തകൾ എത്തിക്കാൻ തുടങ്ങിയതോടെയാണ് കഥ മാറിയത്. ആ ഒരു മാറ്റം കാരണം വെറും 7,000 മുതൽ 15,000 രൂപയ്ക്ക് വരെ ഇന്ന് മികച്ച മെത്തകൾ ലഭ്യമാണ്. ഇതോടെ സാധാരണക്കാരും ഒരു മടിയും കൂടാതെ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാൻ തുടങ്ങി. ശരിയാണ്. ഒപ്പം റെഡ്ഡിറ്റ് ചർച്ചകളിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യം കേരളത്തിലെ കോയർ ക്രാഫ്റ്റ്, റബ്കോ തുടങ്ങിയ പരമ്പരാഗത ബ്രാൻഡുകൾക്കുള്ള ജനപ്രീതിയാണ്. ഇപ്പോഴും പലരും അവരുടെ പഴയ വീടുകളിലെ റബ്കോ മെത്തകളെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നത് കാണാം. സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഒരു ആഡംബര വസ്തുവിനെ സാധാരണക്കാരന്റെ കിടപ്പുമുറിയിൽ എത്തിച്ചത് എന്ന് ഇതൊക്കെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പണ്ടൊരു ലക്ഷറി ആയിരുന്ന സാധനം ഇന്ന് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. 100 കണക്കിന് ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ ചോദ്യമുണ്ട്. വിലക്കുറവിൽ ഇത്രയും നല്ല മെത്തകൾ ലഭ്യമായിട്ടും ലക്ഷങ്ങൾ ചെലവാക്കി പലരും കിടപ്പുമുറികൾ മോടി പിടിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ക്ഷീണം മാറാത്തത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അതെ, 7-8 മണിക്കൂർ കൃത്യമായി ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണവും ശരീരവേദനയും തോന്നുന്നുണ്ടെങ്കിൽ പ്രശ്നം നിങ്ങൾ ഉറങ്ങിയ മണിക്കൂറുകളുടെ എണ്ണത്തിലല്ല, മറിച്ച് നിങ്ങൾ ഉറങ്ങുന്ന പ്രതലത്തിലാകാം എന്നാണ് നമ്മൾ പരിശോധിച്ച ശാസ്ത്രീയ ലേഖനങ്ങൾ പറയുന്നത്. ഇവിടെയാണ് ഉറക്കത്തിന്റെ ശാസ്ത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉറക്കം പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. വെറുതെ കണ്ണടച്ച് കിടക്കുന്നതല്ല ഉറക്കം. ഇതിൽ പേശികളുടെ വിശ്രമത്തിനും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടമുണ്ട്. അതിനെയാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പ് എന്ന് വിളിക്കുന്നത്. സ്ലോ വേവ് സ്ലീപ്പ്. അതെ, നിങ്ങളുടെ മെത്ത അമിതമായി മൃദുവാണെന്ന് കരുതുക. ഒരു ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഭയങ്കര സോഫ്റ്റായ മെത്തകൾ. ഇതിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിലേക്ക് വല്ലാതെ കുഴിഞ്ഞുപോകും, ഒരു ഊഞ്ഞാലിൽ കിടക്കുന്നതുപോലെ. അപ്പോൾ നട്ടെല്ലിന്റെ സ്വാഭാവികമായ വളവ് നഷ്ടപ്പെടുകയും ഇത് പേശികളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യും. അതായത് ശരീരം വിശ്രമിക്കേണ്ട സമയത്ത് നട്ടെല്ല് വളയാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേശികൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. ഈ അസ്വസ്ഥത കാരണം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ കഴിയാതെ നിങ്ങൾ അറിയാതെ തന്നെ ഇടയ്ക്കിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഉറക്കം ഇടയ്ക്കിടെ മുറിയും. ഇതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ക്ഷീണത്തിന്റെ പ്രധാന കാരണം. അതെ, ക്ഷീണമുണ്ടാക്കുന്ന കാര്യത്തിൽ മെത്തയുടെ മൃദുത്വം മാത്രമല്ല വില്ലനാകുന്നത്. താപനിലക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. സ്വീറ്റ് സിസഡ് ലേഖനത്തിലെയും PMC റിസർച്ച് പേപ്പറിലെയും വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ താപനില എങ്ങനെയാണ് നമ്മുടെ ഉറക്കം കെടുത്തുന്നതെന്ന് മനസ്സിലാകും. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് മെമ്മറി ഫോം മെത്തകളാണ്. നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പിലേക്ക് അത് മാറുമെന്നതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ ഈ മെമ്മറി ഫോം ഒരു സ്പോഞ്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങളുടെ ശരീരത്തിലെ ചൂട് വലിച്ചെടുക്കുകയും അത് പുറത്ത് കളയാതെ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. ഈയൊരു പ്രശ്നം പലർക്കും അറിയില്ല. അവർ AC ഇട്ടിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ പുറകിൽ നിന്ന് വല്ലാത്ത ചൂടനുഭവപ്പെടും. ഇതിന് കാരണം ഈ മെത്തകളിൽ വായുസഞ്ചാരം തീരെയില്ല എന്നതാണ്. ഗവേഷണങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള താപനിലയിൽ വെറും 0.4 ഡിഗ്രിയുടെ വ്യത്യാസം വന്നാൽ പോലും അത് ഇടയ്ക്കിടെ നമ്മുടെ ഉറക്കം ഞെട്ടാൻ കാരണമാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ ചൂട് മുഴുവൻ പിടിച്ചുവെക്കുന്ന ഒരു മെത്തയിൽ കിടന്നാൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം മോശമാകുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഇതിനൊരു പരിഹാരമെന്താണ്? എല്ലാവർക്കും AC ഉപയോഗിച്ച് താപനില നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അവിടെയാണ് മെത്തയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പ്രാധാന്യം വരുന്നത്.
പോളിസ്റ്റർ കവറുകൾക്ക് പകരം വായുസഞ്ചാരം അനുവദിക്കുന്ന ഓർഗാനിക് കോട്ടൺ കവറുകൾ ഉപയോഗിക്കുക എന്നതാണ് ഒരു പരിഹാരം. അതുപോലെ സാധാരണ മെമ്മറി ഫോമിനു പകരം ഹൈബ്രിഡ് മെത്തകളോ അല്ലെങ്കിൽ നാച്ചുറൽ ലാറ്റക്സ് മെത്തകളോ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കാനും ചൂട് കുറയ്ക്കാനും സഹായിക്കും. ഈ ചൂടും കംഫർട്ടുമൊക്കെ മാറ്റിവെച്ചാൽ പലരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. മെത്തയുടെ പഴക്കം. അതെ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെത്തയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഒന്ന് ഓർത്തുനോക്കൂ. സ്വീറ്റ് സിസർ ലേഖനത്തിൽ പറയുന്ന വളരെ രസകരമായ ഒരു ടെസ്റ്റ് എനിക്കിവിടെ പറയണമെന്നുണ്ട്. അത് വളരെ ഫലപ്രദമായൊരു വഴിയാണ്. നിങ്ങളുടെ മെത്ത കേടായോ എന്നറിയാനുള്ള ഒരു വഴിയാണിത്. ഇതിനെ മോർണിംഗ് പെയിൻ ടെസ്റ്റ് എന്നാണ് അവർ വിളിക്കുന്നത്. അതായത് നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭയങ്കര ശരീരവേദന ഉണ്ടാവുകയും എന്നാൽ എഴുന്നേറ്റ് നടന്ന് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആ വേദന താനേ മാറുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, വില്ലൻ നിങ്ങളുടെ ശരീരമല്ല, നിങ്ങൾക്കിടുന്ന ആ മെത്തയാണ്. നിങ്ങളുടെ മെത്തയുടെ സപ്പോർട്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു, അഥവാ അത് കുഴിഞ്ഞു തുടങ്ങി എന്നാണ് ഇതിനർത്ഥം. ഇതിനോടൊപ്പം നമ്മൾ നിർബന്ധമായും കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഒരൽപ്പം കുഴിഞ്ഞാലും എനിക്ക് കിടക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ്. എന്നാൽ 7 മുതൽ 10 വർഷം കഴിഞ്ഞ മെത്തകളിൽ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത ലക്ഷക്കണക്കിന് ഡസ്റ്റ് മൈറ്റുകളും പൊടിയും നിറഞ്ഞിട്ടുണ്ടാകും. പലർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലും മൂക്കടപ്പോ തൊണ്ടവേദനയോ ഒക്കെ വരുന്നത് കാണാം. അവർ വിചാരിക്കുന്നത് ഫാനിന്റെ കാറ്റടിച്ചിട്ടാണെന്നാണ്. എന്നാൽ പലപ്പോഴും വില്ലൻ വർഷങ്ങളായി അവർ കിടക്കുന്ന മെത്തയുടെ ഈ അലർജിയാകാം. അതുകൊണ്ട് പരമാവധി 7-10 വർഷം കഴിഞ്ഞ മെത്തകൾ മാറ്റുക എന്നത് ഒരു ലക്ഷ്വറിയല്ല, അതൊരു ആരോഗ്യപരമായ ആവശ്യമാണ്. തീർച്ചയായും. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും കേൾവിക്കാരനായ നിങ്ങൾക്ക് തോന്നുന്ന അടുത്ത ചോദ്യം ഇതായിരിക്കും: ശരി, എന്റെ മെത്ത പഴയതാണ്, എനിക്ക് നടുവേദനയുമുണ്ട്. ഈ നടുവേദന മാറ്റാൻ ഞാൻ ഏതു മെത്തയാണ് വാങ്ങേണ്ടത്? റെഡ്ഡിറ്റ് സമാനമായൊരു സംശയം നമ്മൾ കണ്ടിരുന്നല്ലോ. അതെ, 28 വയസ്സുള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിച്ചൊരു ചോദ്യമാണത്. അയാൾക്ക് ദിവസം മുഴുവൻ ഇരുന്നിട്ടുള്ള ജോലി കാരണം കടുത്ത നടുവേദന വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, മരുന്നൊന്നും വേണ്ട, പോയി നല്ലൊരു മെത്ത വാങ്ങാൻ. അയാളത് കേട്ട മെത്തക്കടയിൽ പോയി നിൽക്കുമ്പോൾ അവിടെയുള്ള സെയിൽസ്മാൻ അയാൾക്ക് ഏറ്റവും വില കൂടിയ മെമ്മറി ഫോം മെത്ത തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നു. ഈ ചെറുപ്പക്കാരന്റെ കൺഫ്യൂഷൻ ഇതാണ്. ശരിക്കും എന്താണ് ഈ നല്ല മെത്ത? ഡോക്ടർ ഹേമേന്ദ്ര അഗർവാളിന്റെ ഒരു യൂട്യൂബ് വീഡിയോയും ഇതിനോട് ചേർത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ന് സ്പൈൻ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ്. പലർക്കും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കാരണം ഏറുമെത്ത വാങ്ങണമെന്ന് വലിയ ആശയക്കുഴപ്പമാണുള്ളത്. ഈ ആശയക്കുഴപ്പം മാറ്റാൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസ്ത്രത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. PMC റിസർച്ച് പേപ്പർ അടിസ്ഥാനമാക്കി നമുക്കിതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയും. ജേക്കബ്സൺ, കോവാക്സ് തുടങ്ങിയ ഗവേഷകർ നടത്തിയ വളരെ വിശദമായ പഠനങ്ങൾ പ്രകാരം വിട്ടുമാറാത്ത നടുവേദനയുള്ളവർക്ക് ഏറ്റവും നല്ലത് മീഡിയം ഫേം അഥവാ മിതമായ കടുപ്പമുള്ള മെത്തകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ മൃദുവായതോ അല്ലെങ്കിൽ തറ പോലെ കടുപ്പമുള്ളതോ അല്ല, മീഡിയം ഫേം. ഈ പഠനത്തിൽ മീഡിയം ഫോം മെത്ത ഉപയോഗിച്ചവരിൽ ഉറക്കത്തിന്റെ ഗുണനിലവാരം 55% വർദ്ധിക്കുകയും അവരുടെ നടുവേദന 48% കുറയുകയും ചെയ്തതായി വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ മീഡിയം ഫേം മെത്തകൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത്? അതിന്റെ പിന്നിലെ മെക്കാനിസം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അത് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിന്റെ കിടപ്പ് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി. വളരെ കടുപ്പമുള്ളൊരു മെത്തയോ അല്ലെങ്കിൽ വെറും തറയോ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ തോളുകൾക്കും ഇടുപ്പിനും ഉള്ളിലേക്ക് കുഴിയാൻ കഴിയില്ല. അത് ആ ഭാഗങ്ങളിൽ വലിയ പ്രഷർ ഉണ്ടാക്കും. ഈ വളരെ മൃദുവായ മെത്തയാണെങ്കിലോ? ഞാൻ നേരത്തെ പറഞ്ഞ ഊഞ്ഞാലുദാഹരണം തന്നെ. നട്ടെല്ല് ഒരു വില്ല് പോലെ താഴേക്ക് കുഴിയുകയും അതിന്റെ സ്വാഭാവിക വളവ് പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് രണ്ടും നടുവേദനയ്ക്ക് കാരണമാകും. എന്നാൽ ഒരു മീഡിയം ഫേം മെത്ത നിങ്ങളുടെ ശരീരഭാരം കൂടുതലുള്ള ഇടുപ്പും തോളും ഒരൽപ്പം ഉള്ളിലേക്ക് പോകാൻ അനുവദിക്കുകയും എന്നാൽ നടുവിന്റെ ഭാഗത്ത് കൃത്യമായ സപ്പോർട്ട് നൽകി നട്ടെല്ലിനെ നേരെ നിർത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനാണ് ഇപ്പോൾ വിപണിയിൽ സ്മാർട്ട് ഗ്രിഡ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വന്നിരിക്കുന്നത്. സ്ലീപ്പ് കമ്പനിയുടെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ റോക്കറ്റ് സയൻസ് ആണെന്ന് തോന്നുമെങ്കിലും സംഭവം ലളിതമാണ്. 2500-ലധികം എയർ ചാനലുകൾ ഇതിലുണ്ടെന്നവർ പറയുന്നു.
ആ സാങ്കേതികവിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു തേനീച്ചക്കൂട് സങ്കൽപ്പിക്കുക. തേനീച്ചക്കൂടിന്റെ അറകൾ പോലെ ചെറിയ ചെറിയ ചതുരങ്ങളോ ഷഡ്ഭുജങ്ങളോ ചേർന്ന ഒരു ഘടനയാണിത്. നിങ്ങൾ ഇതിൽ കിടക്കുമ്പോൾ തോളുകൾക്കും ഇടുപ്പിനും താഴെയുള്ള അറകൾ മാത്രമൊന്ന് വളയുന്നു. അപ്പോൾ അവിടെ മൃദുവായ അനുഭവം കിട്ടും. എന്നാൽ ശരീരഭാരം കുറഞ്ഞ നടുവിന്റെ ഭാഗത്ത് ഈ അറകൾ വളയാതെ കൃത്യമായ സപ്പോർട്ട് നൽകുന്നു. അങ്ങനെ ഒരേ സമയം മൃദുവായതും എന്നാൽ ആവശ്യമുള്ളയിടത്ത് കടുപ്പമുള്ളതുമായ അനുഭവം നൽകാൻ ഈ സ്മാർട്ട് ഗ്രിഡിന് കഴിയുന്നു. നേരത്തെ പറഞ്ഞ ചൂടിന്റെ പ്രശ്നവും ഇതിലില്ല. കാരണം ഈ അറകളിലൂടെ വായു വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കുന്നു. അത് ശരിക്കും അമ്പരപ്പിക്കുന്നൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ നല്ല മെത്ത ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ഇത് വാങ്ങാൻ പോകുമ്പോൾ പലരും വീഴുന്ന മറ്റൊരു വലിയ കുഴിയുണ്ട്. വാറന്റിയുടെ കാര്യം. അതെ. മാട്രസ് മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയിൽ നിന്നെനിക്ക് ലഭിച്ച സുപ്രധാനമായ ഒരു പോയിന്റ് ഞാൻ പങ്കുവയ്ക്കാം. മെത്തകൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇതിനെത്ര വർഷത്തെ വാറന്റിയുണ്ട് എന്നാണല്ലോ. ഒരു മെത്തയ്ക്ക് 10 വർഷത്തെ വാറന്റി കമ്പനി തരുന്നുണ്ടെന്ന് കേട്ടാൽ നമ്മൾ കരുതും, ആഹാ, ഇനി 10 വർഷത്തേക്ക് ഈ മെത്ത എനിക്ക് കിടക്കുന്ന അതേ കംഫർട്ട് നൽകുമെന്ന്. എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. വാറന്റി എന്നതും കംഫർട്ട് ലൈഫ് എന്നതും രണ്ടും രണ്ടാണ്. ഒരു കമ്പനി 10 വർഷത്തെ വാറന്റി നൽകുന്നത് ആ മെത്തയുടെ സ്പ്രിംഗ് പൊട്ടിപ്പോകില്ല എന്നതിനോ അല്ലെങ്കിൽ അതിന്റെ തയ്യൽ വിട്ടുപോകില്ല എന്നതിനോ ഒക്കെയാണ്. അല്ലാതെ നിങ്ങളുടെ ശരീരത്തിനത് നൽകുന്ന സുഖത്തിന് വേണ്ടിയല്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ന് മെത്ത വാങ്ങുന്ന നിങ്ങളുടെ ശരീരഭാരമായിരിക്കില്ല 5 വർഷം കഴിയുമ്പോൾ. ചിലപ്പോ ഭാരം കൂടാം, അല്ലെങ്കിൽ കുറയാം. സ്പോർട്സ് കളിക്കുന്നതിനിടയിലോ മറ്റോ നിങ്ങൾക്ക് നടുവിന് എന്തെങ്കിലും പരുക്കുകൾ പറ്റാം. അപ്പോൾ 5 വർഷം മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച കംഫർട്ട് നൽകിയ അതേ മെത്ത നിങ്ങളുടെ ശരീരത്തിന് മാറ്റങ്ങൾ വരുമ്പോൾ അതേ സുഖം നൽകണമെന്നില്ല. നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പഴയ മെത്തയുടെ കംഫർട്ടും മാറും. അതെ. അതൊരു വലിയ അറിവാണ്. പലരും 10 വർഷത്തെ വാറന്റി കണ്ട് മെത്ത വാങ്ങി 5 വർഷം കഴിയുമ്പോൾ ഭയങ്കര നടുവേദന വന്നിട്ടും ഇതിന് ഇനിയും വാറന്റി ബാക്കിയുണ്ടല്ലോ, പിന്നെന്തിനാ മാറ്റുന്നത് എന്ന് കരുതി വേദനയും സഹിച്ച് അത് തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. വാറന്റി എപ്പോഴും ഒരു ഗ്യാരണ്ടി അല്ല എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഈ അന്വേഷണം നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇന്ന് ഉറക്കമെന്നത് ഒരു ലൈഫ് സ്റ്റൈൽ സയൻസാണ്. നിങ്ങളുടെ കിടപ്പുമുറിയിലെ മെത്ത വെറുമൊരു ഫർണിച്ചറല്ല, മറിച്ച് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അടുത്ത 10 വർഷത്തേക്ക് നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ ഉപകരണമാണ്. കമ്പ്യൂട്ടർ യുഗത്തിൽ നടുവേദന ഒഴിവാക്കാൻ എപ്പോഴും മീഡിയം ഫോം മെത്തകളും ഒപ്പം ചൂടൊഴിവാക്കാൻ നല്ല വായുസഞ്ചാരമുള്ള ഓർഗാനിക് കവറുകളുമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച, എന്നാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ടൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്താണത്? PMC പേപ്പറിലും മറ്റു മെഡിക്കൽ ഡാറ്റകളിലും ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാം രാത്രിയിലെ ഉറക്കം നന്നാക്കാനും മികച്ച മെത്തകൾ കണ്ടെത്താനും ഇന്ന് ഒരുപാട് സമയവും പണവും ചെലവാക്കുന്നുണ്ട്. 50,000 രൂപയുടെ സ്മാർട്ട് മെത്തകൾ വരെ നമ്മൾ വാങ്ങുന്നു. എന്നാൽ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച്, അതായത് നമ്മുടെ സർക്കാഡിയൻ റിതം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് പകലിൽ അധ്വാനിക്കാനും രാത്രിയിൽ ഉറങ്ങാനുമാണ് മനുഷ്യന്റെ ശരീരം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരിയാണ്. ഇന്ന് പലരും രാത്രി ഉറക്കം ശരിയാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞുള്ള ക്ഷീണം മാറ്റാനായോ പകൽ സമയത്ത് 1 മണിക്കൂറിലധികം ഉറങ്ങാറുണ്ട്. എന്നാൽ ശാസ്ത്ര മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെ പകൽ 60 മിനിറ്റിലധികം അമിതമായി ഉറങ്ങുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തെ തകർക്കുമെന്നാണ്. അത് വലിയൊരു പ്രശ്നമാണല്ലോ. അതെ, ഇത് ടൈപ്പ് 2 പ്രമേഹത്തിനും ഉദരരോഗങ്ങൾക്കും ഹൃദ്രോഗങ്ങൾക്കും വരെ കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. അതായത് നമ്മൾ എത്ര ലക്ഷങ്ങൾ കൊടുത്ത് മികച്ച മെത്ത വാങ്ങിയാലും നമ്മുടെ ശരീരത്തിന്റെ ഈ സ്വാഭാവിക താളം തെറ്റിയാൽ അത് വലിയ അപകടമാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. വിപണിയിലെ ഏറ്റവും മികച്ച മെത്തയ്ക്ക് നിങ്ങളുടെ നട്ടെല്ല് നേരെയാക്കാൻ കഴിഞ്ഞേക്കാം, ഒരുപക്ഷേ നിങ്ങളുടെ പുറത്തെ ചൂട് കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ തെറ്റിപ്പോയ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളത്തെ അഥവാ നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ നേരെയാക്കാൻ അതിനൊരിക്കലും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ആ ശീലമായി മാറിയ പകലുറക്കം ശരിക്കും നിങ്ങളുടെ രാത്രികളെയും ഒപ്പം നിങ്ങളുടെ മൊത്തം ആരോഗ്യത്തെയും നശിപ്പിക്കുന്നുണ്ടോ? വളരെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണത്. മികച്ച മെത്ത വാങ്ങിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. നമ്മുടെ ഉറക്കത്തിന്റെ സമയവും രീതിയും കൂടി ശാസ്ത്രീയമായിരിക്കണം.
തീർച്ചയായും. ഉറക്കത്തെക്കുറിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തകളെക്കുറിച്ചും നമ്മൾ ഇതുവരെ കരുതിയിരുന്ന പല ധാരണകളും തിരുത്തുന്നതായിരുന്നു ഇന്നത്തെ ഈ പഠനം. നിങ്ങളുടെ ആരോഗ്യകരമായ ഉറക്കത്തിന് ഈ വിവരങ്ങൾ വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഉറക്കം ലഭിക്കട്ടെ. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ഈ താൽപ്പര്യത്തിന് വലിയൊരു കയ്യടി. ഈ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് വലിയൊരു നന്ദി. നല്ലൊരു ഉറക്കം നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നമ്മൾ വിടവാങ്ങുന്നു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.